ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് ഓൾ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുതിയ സെഷനുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടങ്ങാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ സെഷന്റെ പേര് ഇതാ ബാക്കിൽ സാർ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ഇന്നത്തെ സെഷന്റെ പേരാണ് ലൈറ്റ്, ഷാഡോസ് ആൻഡ് റിഫ്ലക്ഷൻ. ലൈറ്റ്, ഷാഡോസ് ആൻഡ് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ടാണ് നമ്മൾ ഇന്ന് പോകാനായിട്ട് തുടങ്ങുന്നത്. നിങ്ങൾക്കറിയാൻ പറ്റും, നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലൊരു കൂട്ടുകാരനുണ്ടല്ലേ? എപ്പോഴും നിങ്ങൾക്ക് നോക്കുന്ന, നിങ്ങളെ നോക്കുന്ന ഒരു കൂട്ടുകാരൻ, നിങ്ങളെ നോക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കൂട്ടുകാരൻ സ്കൂളിലേക്ക് പോകുമ്പോൾ അതിന്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വന്ന് നിന്നിട്ട് ഇങ്ങനെ മുടിയൊക്കെ ചീപ്പുന്ന ഒരു കൂട്ടുകാരൻ നിങ്ങൾക്കുണ്ട് അല്ലേ? എല്ലാവർക്കും ഇല്ലേ അങ്ങനെ ഒരു കൂട്ടുകാരൻ? ഹു ഇസ് ദാറ്റ്? ഹു ഇസ് ദാറ്റ്? ആ കൂട്ടുകാരനെ shadow. Is that shadow? അത് ഷാഡോ ആണോ? ആ കൂട്ടുകാരനെ കാണാതെ നിങ്ങൾ സ്കൂളിലേക്ക് വരില്ല. ഇങ്ങനെ എത്ര ഒരുങ്ങിയാലും യെസ്, മിറർ. വെരി ഗുഡ്, വെരി ഗുഡ്. മിറർ എന്ന് പറയുന്ന സാധനമാണ്. ഇപ്പൊ എത്ര ഒരുങ്ങിയാലും പിന്നെയും പോയിട്ട് പിന്നെയും തിരിഞ്ഞ് ഒന്ന് എത്തി വന്ന് നോക്കും അല്ലേ? തിരിഞ്ഞ് എത്തി വന്നൊന്ന് നോക്കും. അങ്ങനെ ഒരു കൂട്ടുകാരൻ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലില്ലേ? ദാറ്റ്സ് എ മിറർ അല്ലേ? അതാണ് മിറർ എന്ന് പറയുന്ന സാധനം അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു കൂട്ടുകാരനല്ലേ? അപ്പൊ നമ്മൾ ഇന്നത്തെ ലെസണിൽ പഠിക്കാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങളാണ്. എന്താണ് പ്രകാശം? വാട്ട് ഈസ് ലൈറ്റ്? എന്തിനാണ് നിങ്ങൾ ലൈറ്റ് എന്ന് വിളിക്കുന്നത് എന്ന് പഠിക്കാനായിട്ട് പോകും. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ, അമ്മേ ലൈറ്റ് ഓൺ ചെയ്താലേ കാണാൻ പറ്റുള്ളൂ, അമ്മേ ലൈറ്റ് ഓഫ് ആക്കല്ലേ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പറയാനായിട്ടുണ്ട് അല്ലേ? ലൈറ്റ് 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 എന്ന് പറയുമ്പോൾ സാറ് നോട്ട് തരുമ്പോഴും നിങ്ങൾ പറയും അല്ലേ, സാറേ ലൈറ്റ് ആയിട്ടേ നോട്ട് തരാവേ, ഞങ്ങൾക്ക് പഠിക്കണം. എപ്പോഴും നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് എന്ത്? ലൈറ്റ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇൻ ദിസ് ചാപ്റ്റർ വി ആർ ഡീലിംഗ് അബൌട്ട് വാട്ട് ഈസ് ലൈറ്റ്. എന്താണ് ലൈറ്റ് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്താണ് ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ലൈറ്റ് എന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത്രയും കാര്യങ്ങളാണ് മക്കളെ. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ട്രാൻസ്പെറന്റ്, ഒപേക്ക് ആൻഡ് ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ്. ആദ്യം നമ്മൾ ഈ ചാപ്റ്റർ എന്താണ് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാൻ പോകുന്നതെന്നാണ് കാണാനായിട്ട് പോകുന്നത്. വാട്ട് ഈസ് ട്രാൻസ്പെറന്റ്, ഒപേക്ക് ആൻഡ് ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ്. അതിനുശേഷം എന്താണ് ഷാഡോ എന്ന് പഠിക്കും. അതിനുശേഷം എന്താണ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ക്യാമറ, ക്യാമറകളിൽ എന്താണ് നടക്കുന്നത് എന്ന് പഠിക്കും. അതിനുശേഷം മിറർ ആൻഡ് റിഫ്ലക്ഷൻ, മിറർ എന്താണ് കണ്ണാടി, അതിനുശേഷം എങ്ങനെയാണ് കണ്ണാടി പ്രതിരൂപത്തെ സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ പ്രതിബിംബത്തെ സൃഷ്ടിക്കുന്നത് എന്ന് പഠിച്ച് ഈ സിമ്പിൾ ചാപ്റ്റർ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡിയാണോ? ഈ ചാപ്റ്റർ പഠിക്കാൻ എല്ലാവരും റെഡിയാണോ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. എങ്ങനെ ലൈറ്റ് ഉണ്ടായി അറിയണ്ടേ? ഹൗ ലൈറ്റ് ഇവോൾവ്, എങ്ങനെയാണ് ലൈറ്റ് ഇവോൾവ് ചെയ്യുന്നത് എന്ന് കാണണ്ടേ? അപ്പോൾ അതിനുശേഷം എന്താണ് ഷാഡോ എന്നുള്ളത് കാണണ്ടേ? എന്താണ് ഷാഡോ എന്നുള്ളത് കാണണം. അതിനുശേഷം എന്താണ് അവിടെ സംഭവിക്കുന്ന, ക്യാമറകളിൽ സംഭവിക്കുന്നതെന്ന് കാണണം. അതിനുശേഷം എന്താണ് മിറർ എന്ന് കാണണം. അതിനുശേഷം നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ? നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. എന്താണ് ലൈറ്റ് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. എല്ലാം റെഡിയാണോ? ഓക്കെ, then I am going to the video. വ്യൂ. സാറിന് ചുറ്റും എന്താണ്? സാറിന് ചുറ്റും ഇരുട്ടാണ്. ഇറ്റ്സ് ഹോൾ ഡാർക്ക്നെസ് അറൗണ്ട് മീ. എന്റെ ചുറ്റും എന്താണ്? ഇരുട്ടാണ്. നിങ്ങൾക്ക് എന്റെ ചുറ്റും എന്തെങ്കിലും ഉണ്ടതായിട്ട് കാണാൻ പറ്റുമോ? ഒന്നും കാണാനായിട്ട് പറ്റുന്നില്ല. നമുക്ക് മുന്നോട്ടൊന്ന് പോയാലോ? അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ കാണുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ കാണുന്നത് എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ അതിന് എന്ത് മറുപടി നൽകും? എനിക്ക് എന്ത് മറുപടി നൽകും? സാറേ ഞങ്ങൾക്കെല്ലാം കണ്ണുണ്ട്, അതുകൊണ്ടാണ് സാറേ ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾക്ക് 2 കണ്ണ് ദൈവം ഇങ്ങനെ തന്നിട്ടുണ്ട്. സാറിന്റെ കൂട്ട് 2 കണ്ണ് ദൈവം ഇങ്ങനെ തന്നിട്ടുണ്ട്. ആ കണ്ണുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അതാണോ? കണ്ണുണ്ടെങ്കിൽ മാത്രം നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല, കണ്ണിന് കൂടെ കൂട്ടുകാരനായിട്ട് ഒരാൾ വരണം, എന്നാൽ മാത്രമേ കാണാനായിട്ട് പറ്റുള്ളൂ. ഇനിയും അതാരാണ് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് എ ലൈറ്റ്. അതാണ് നമ്മൾ എന്തിന് പേരിട്ട് വിളിക്കുക? ലൈറ്റ് എന്ന പേരിട്ട് വിളിക്കുക. എന്തിന് പേരിട്ടാ വിളിക്കുന്നത്? ലൈറ്റ് എന്ന പേരിട്ടാ ഇതിനെ വിളിക്കുന്നത്. ലൈറ്റ് ഹെൽപ്സ് us to see objects അല്ലേ? ഇപ്പൊ നേരത്തെ എന്റെ ബാക്ക്ഗ്രൗണ്ട് ചുറ്റും കറുപ്പായിരുന്നു. ഇപ്പൊ അതിനകത്ത് ലൈറ്റ് കഴിഞ്ഞിട്ട് ലുട്ടാപ്പിയുടെ ഒരു കുന്തം കൊടുത്തിരിക്കുന്ന കണ്ടു. അത് കഴിഞ്ഞ ശേഷം ഹെൽപ്പ് us to see object. ഇത്രയും കാര്യം നിങ്ങൾക്ക് എന്റെ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും അല്ലേ? എന്തുകൊണ്ടാണ് ഇത് കാണാനായിട്ട് പറ്റുന്നത്? ദാറ്റ് മീൻസ് ഏതോ ഒരു ലൈറ്റ് അവിടെ നിന്ന് വീണത് കൊണ്ടല്ലേ നിങ്ങൾക്ക് അതിനെ കാണാനായിട്ട് പറ്റുന്നത്. ദാറ്റ് മീൻസ് ലൈറ്റ് ഹെൽപ്പ് us to see objects.
ലൈറ്റ് ആണ് നമ്മളെ എന്തിന് സഹായിക്കുന്നത്? ഒബ്ജക്ട്സിനെ കാണാൻ സഹായിക്കുന്നത് അത്രേ. ഓക്കെ, ഞാൻ വീട്ടിൽ കയറി, വീട്ടിലെ ബൾബ് ഇട്ടു. നോക്കി എന്റെ വീടാണ് ഇതെന്ന് സങ്കല്പിക്കുക. വീട്ടിൽ കയറി എന്ത് ചെയ്തു? ട്യൂബ് ഇട്ടു. ട്യൂബ് ഇട്ടപ്പോഴല്ലേ എനിക്ക് എല്ലാ ഒബ്ജക്റ്റിനെയും നല്ല ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റിയത്. ട്യൂബ് ഇട്ടപ്പോ സാറിന്റെ വീട്ടിന്റെ മേളിൽ കിടക്കുന്ന ട്യൂബ് ഉണ്ടോ? ട്യൂബ് കൊള്ളാവോ? സാറിന്റെ വീട്ടിൽ മേളിൽ കിടക്കുന്ന ഉണ്ടോ? ആ ട്യൂബാണ് കിട്ടത്. ഇനിയും ട്യൂബ് ഇട്ടപ്പോ എന്ത് ചെയ്യുന്നു? സ്വിച്ച് ഇട്ടപ്പോ ലൈറ്റ് കത്തി അല്ലേ? അപ്പൊ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ദേ ആർ ദ സോഴ്സസ് ഓഫ് ലൈറ്റ്. They are the sources of light. അതിനെയാണ് പ്രകാശത്തിന്റെ ഉറവിടം എന്ന് വിളിക്കും. പ്രകാശത്തിന്റെ ഉറവിടം എന്ന് നമ്മൾ വിളിക്കും. They are the sources of light. നമുക്ക് ഏറ്റവും വലിയ ലൈറ്റിന്റെ സോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയണം, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. നമ്മുടെ പ്രകാശത്തിന്റെ ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? സൂര്യനാണ്. The sun. The sun is the source of light. അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്? വീട്ടിൽ വെട്ടം തരാൻ ട്യൂബ് ലൈറ്റ് ഉണ്ട്, ബൾബുകളുണ്ട്. അതുപോലെ തന്നെ റോഡിലൂടെ ഒക്കെ ഇരുട്ടത്ത് നടന്നു പോകണമെങ്കിൽ നമുക്ക് അടിച്ചു നോക്കാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ടോർച്ചുകളുണ്ട്. ദാറ്റ് മീൻസ് ദേ ആർ സോഴ്സസ് ഓഫ് ഒബ്ജക്റ്റ്. ഇനിയും എന്താണ് ലൂമിനസ് ഒബ്ജക്ട്സ് എന്നുള്ളത് പഠിക്കാം. ലൂമിനസ് ഒബ്ജക്ട്സ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം. എന്താണ് ലൂമിനസ് ഒബ്ജക്ട്സ് എന്നൊന്ന് കണ്ടുനോക്കാം. ലൂമിനസ് ഒബ്ജക്ട്സ് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? എന്താണ് ലൂമിനസ് ഒബ്ജക്ട്സ്? Their own light. തന്നെത്താനെ പ്രകാശിക്കാൻ കഴിവുള്ള സാധനത്തെയാണ് നമ്മൾ ലൂമിനസ് ഒബ്ജക്ട്സ് എന്ന് വിളിക്കുക. തന്നെത്താനെ പ്രകാശിക്കാൻ കഴിവുള്ള ഒബ്ജക്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ലൂമിനസ് ഒബ്ജക്ട്സ് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സണ്ണ് വേറെ ആരെങ്കിലും പ്രകാശം കൊണ്ട്, നിങ്ങൾ രാവിലെ സണ്ണിന് ടോർച്ച് കൊണ്ട് കൊടുത്തിട്ട് സണ്ണ് ആ ടോർച്ച് വെച്ചാണോ നമുക്ക് എല്ലാവർക്കും പ്രകാശം തരിക? അല്ല. നമുക്ക് സണ്ണ് എങ്ങനെയാ പ്രകാശം തരുന്നത്? ഇറ്റ് ഈസ് ലൈറ്റിംഗ് ഹിംസെൽഫ് അല്ലേ? സ്വന്തമായിട്ട് പ്രകാശം തരുന്നു. ഇറ്റ് ഈസ് എ ലൂമിനസ് ഒബ്ജക്ട്. അങ്ങനെയുള്ള ഒബ്ജക്ട്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൂമിനസ് ഒബ്ജക്ട്സ്. അതായത് സ്വന്തമായി പ്രകാശം തരാൻ കഴിവുള്ള എല്ലാ സാധനത്തെയും നമ്മൾ എന്തൊരു ഒബ്ജക്ട്സ് എന്ന് വിളിക്കുമെന്ന് അറിയോ? ലൂമിനസ് ഒബ്ജക്ട്സ് എന്ന പേരിട്ട് വിളിക്കും. എന്തൊരു പേരിട്ടാ വിളിക്കുക? ലൂമിനസ് ഒബ്ജക്ട്സ് എന്ന പേരിട്ടാണ് അവരെയൊക്കെ വിളിക്കുക. ഇനി ഒന്ന് നോക്കിക്കേ, നിങ്ങളിരിക്കുന്ന ഭിത്തിയിലോട്ട്, നിങ്ങളിരിക്കുന്ന വാളിലോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. നിങ്ങളുടെ ഓപ്പോസിറ്റ് ഉള്ള വാളിലോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കി. വാളിന്റെ അപ്പുറത്തുള്ള ഒബ്ജക്ട്സിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? വാളിന്റെ ഒബ്ജക്ട്സിനെ അപ്പുറത്തുള്ള ഒബ്ജക്ട്സിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇപ്പൊ അമ്മ വീട്ടിൽ നല്ല ബീഫ് ഫ്രൈ വെക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നല്ല മീൻ വറുത്തത് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് അത് കാണാനായിട്ട് പറ്റുമോ? മണം നമുക്ക് ശ്വസിക്കാം അല്ലേ? ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് മണം കിട്ടും അല്ലേ? ബട്ട് വി കോണ്ട് സീ അല്ലേ? നമുക്ക് കാണാനായിട്ട് പറ്റുമോ? ഇല്ല. ആ മതിലിനപ്പുറം എന്താണെന്നുള്ളത് കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ പഴയ സ്വഭാവത്തിലേക്ക് പോകണം, ഒളിഞ്ഞു നോട്ടത്തിലേക്ക് പോകണം. ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കണം. സാറ് കാണിക്കുന്നതിന്റെ വിട്ടതാ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കണം അപ്പുറത്തുള്ളത് കാണണമെങ്കിൽ. അല്ലാതെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുമോ മതിലിന്റെ അപ്പുറത്തുള്ളത്? ഇല്ല. ഇനി ഒന്ന് നോക്കിക്കേ, സാറിന്റെ വീഡിയോയിലോട്ടൊന്ന് നോക്കിക്കേ. സാർ അവിടെ ഒരു ചോദ്യചിഹ്നം കൊടുത്തിട്ടുണ്ട്. എന്റെ വീട്ടിന്റെ ജനലാണത്. ആ ജനലിനപ്പുറത്തുള്ള സാധനത്തിനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ആ ജനലിനപ്പുറത്തുള്ള ഒരു സാധനത്തെയും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റത്തില്ല. That means the ജനൽ is, that window is opaque. എന്താ അതിന് പറയുന്ന പേരെന്താ? ഒപ്പേക്ക് എന്ന് വിളിക്കും. സാർ അതിനെ എന്തിനു പേരിട്ടാ വിളിച്ചത്? ഒപ്പേക്ക് എന്ന് വിളിക്കും. Can't see through it. അതിനകത്തൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കാണാൻ പറ്റത്തില്ല. This type of objects are called opaque object. ഇങ്ങനെ കാണാൻ പറ്റാത്ത അധാര്യമായിട്ടുള്ള വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? കാണാൻ പറ്റാത്ത വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? opaque objects എന്ന് വിളിക്കും. നോക്കിക്കേ, നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ഒബ്ജക്ട്സും എന്താണ്? ഒപ്പേക്ക് ആണ്. Almost everything around us is opaque. നമുക്ക് ചുറ്റുമുള്ള എല്ലാ ഒബ്ജക്ട്സും എന്താണെന്ന് പറയാം? ഒപ്പേക്ക് ആണെന്ന് പറയാം. വുഡ്, മെറ്റലിന്റെ ഷീറ്റ്, കളേഡ് പ്ലാസ്റ്റിക്സ്, ഇതെല്ലാം എന്താണെന്ന് പറയാം? ഒപ്പേക്ക് ആണെന്ന് പറയാം. ഇതെല്ലാം എന്താണെന്ന് പറയാം? ഒപ്പേക്ക് ആണെന്ന് പറയാം. എന്താണ് ഒപ്പേക്ക് എന്നുള്ളത് മനസ്സിലായോ? വാട്ട് ഈസ് ഒപ്പേക്ക്? അതായത് പ്രകാശത്തെ അതിനുള്ളിൽ കൂടി കടത്തിവിടാത്ത സാധനങ്ങളെയാണ് നമ്മൾ ഒപ്പേക്ക് എന്ന് വിളിക്കുക. ഇപ്പൊ നിതിൻ സാറിന്റെ ഇവിടെ ഒരു ടോർച്ച് നിങ്ങൾ അടിച്ചു നോക്കിയേ. ആ വെട്ടം നിതിൻ സാറിനെ തുളച്ച് അപ്പുറത്ത് പോവോ? കത്തി വെച്ച് കുത്തുന്ന പോലെ തുളച്ച് അപ്പുറത്ത് പോവോ? ഇല്ല, അങ്ങനെ പോവില്ല. അങ്ങനെ പോകാത്ത this type of objects are called opaque objects. The opaque objects are those objects that doesn't allows light to pass through it. അതിൽ കൂടി ലൈറ്റിനെ പാസ് ചെയ്യാൻ അനുവദിക്കാത്ത, കടക്കാൻ അനുവദിക്കാത്ത ലൈറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒപ്പേക്ക് ഒബ്ജക്ട്സ് എന്ന പേരിട്ട് വിളിക്കും. ഇനി നോക്കിയേ, ഇനി ആ വിൻഡോ സാർ എടുത്തു കാണിച്ചിരിക്കുന്ന ആ വിൻഡോയിൽ കൂടി ഒന്ന് നോക്കിയേ. സാർ ജനല് തുറന്നു, ആ വിൻഡോയ്ക്ക് അപ്പുറം നല്ല മലകളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ദാറ്റ് മീൻസ് ഇറ്റ്സ്
അതിന് ചുറ്റുമുള്ള എല്ലാ ഒബ്ജക്റ്റിനും നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. എപ്പോ കണ്ടു? ആ വിൻഡോ തുറന്നപ്പോ നിങ്ങൾ കണ്ടു. ആ വിൻഡോ തുറന്നപ്പോ നിങ്ങൾ കണ്ടു. യു ക്യാൻ സീ ക്ലിയർലി. എല്ലാ സാധനത്തെയും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ? can clearly see through it. This type of objects are called transparent object. ഇതിനെ നമ്മൾ എന്തിനു പേരിട്ടാ വിളിക്കുന്നത്? ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ്. എന്തിനു പേരിട്ട് വിളിക്കും? ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ്. ഇപ്പൊ മനസ്സിലായോ എന്താണ് ട്രാൻസ്പെറന്റ്, എന്താണ് ഒപ്പേക്ക് എന്നുള്ളത്? എന്താണ് ട്രാൻസ്പെറന്റ്, എന്താണ് ഒപ്പേക്ക് എന്നുള്ളത് മനസ്സിലായോ? അതായത് പ്രകാശത്തെ അതിലൂടെ കടത്തിവിടാൻ അനുവദിക്കുന്നുണ്ട് എങ്കിൽ, അതായത് ഞാനിപ്പോ വിൻഡോ തുറന്നപ്പോ പ്രകാശം എന്ത് ചെയ്തു? അതുവഴി കടന്നുപോയി. പ്രകാശം എന്ത് ചെയ്തു? അതുവഴി കടന്നുപോയി. ഞാൻ വിൻഡോ അടച്ചപ്പോ പ്രകാശത്തെ കടത്തിവിട്ടില്ല. Some objects does not allow light to pass through it. That type of objects are called opaque object. അങ്ങനെയുള്ള ഒബ്ജക്റ്റുകളെയാണ് opaque object എന്ന പേരിട്ട് വിളിക്കുക. ഇനി ചില ഒബ്ജക്ട്സ് ഉണ്ട് അതുവഴി എന്തിനെ കടത്തിവിടും? ലൈറ്റിനെ പാസ് ചെയ്യാൻ അനുവദിക്കും. അങ്ങനെ പാസ് ചെയ്യാൻ അനുവദിക്കുന്ന ലൈറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ് എന്ന പേരിട്ട് വിളിക്കും. എന്തിനു പേരിട്ട് വിളിക്കും? ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ് എന്ന പേരിട്ട് വിളിക്കും. എന്താണ് ഒപ്പേക്ക്, എന്താണ് ട്രാൻസ്പെറന്റ് എന്നുള്ളത് മനസ്സിലായോ? എന്താണ് ഒപ്പേക്ക്, എന്താണ് ട്രാൻസ്പെറന്റ് എന്നുള്ളത് മനസ്സിലായോ? ലൈറ്റിനെ പാസ് ചെയ്യാൻ അനുവദിക്കുന്നില്ല എങ്കിൽ, ഒബ്ജക്ട്സ് ലൈറ്റിനെ പാസ് ചെയ്യാൻ അനുവദിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള ഒബ്ജക്റ്റുകളെ വിളിക്കുന്ന പേരാണ് ഒപ്പേക്ക്. ലൈറ്റിനെ പാസ് ചെയ്യാൻ അനുവദിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ഒബ്ജക്റ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കും. തീർന്നില്ല. ഇനി സാർ കാണിക്കുന്ന വീഡിയോയിലോട്ട് സൂക്ഷിച്ച് നോക്കിക്കോണേ. കണ്ടോ, അവിടെ ഒരു മിൽക്കി ഗ്ലാസ് സാറ് കാണിച്ചിട്ടുണ്ട്. ചില ഇതിനകത്തൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, പാർഷ്യൽ ആയിട്ട് ആ ഒബ്ജക്റ്റിനെ കാണാനായിട്ട് പറ്റും അല്ലെ? ചില ഗ്ലാസ്സിൽ കൂടിയൊക്കെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ചില എന്താ പറയാ ഇതുപോലത്തുള്ള മിൽക്കി ഗ്ലാസ്സുകളിൽ കൂടിയൊക്കെ നോക്കുമ്പോൾ, ചില ബോട്ടിലിനകത്തൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് ആ ഒബ്ജക്റ്റിനെ, ആ ബോട്ടിലിനകത്തൂടെ നോക്കുന്ന സമയത്ത് ചെറുതായിട്ട് ആ ഒബ്ജക്റ്റിനെ കാണാനായിട്ട് പറ്റും. ദാറ്റ് ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സ് ആർ കാൾഡ് ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ്. എന്താ പേര് കിട്ടിയ? എന്താ അതിനെ സാർ വിളിച്ച പേര്? ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ്. എന്തിനു പേരിട്ടാ സാർ വിളിച്ചത്? നോക്കിയേ, അതിനെ സാർ ഒരു ഗ്ലാസ് കൊണ്ട് സൂക്ഷിച്ചു നോക്കുകയാണ്. അതിനകത്ത് സൂക്ഷിച്ചു നോക്കുമ്പോൾ ഈ മിൽക്കി ഗ്ലാസ് നിങ്ങളൊന്ന് എടുത്തു നോക്കിയേ. പ്രകാശത്തെ എന്ത് ചെയ്യും? പാർഷ്യലായിട്ട് പകുതി അതിൽ കൂടി കടത്തിവിടും. നോക്കിയേ, അതൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ആ ഫിഗറിനകത്ത് സൂക്ഷിച്ചു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും, അവിടുന്ന് വരുന്ന അതേ നല്ല റെഡ് കളറിലാണ് അവിടുന്ന് വരുന്നത്. നല്ല ഇന്റൻസിറ്റിയിലാണ് അവിടുന്ന് വരുന്നത്. ഇപ്പുറത്ത് വന്നപ്പോൾ അതിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞത് കണ്ടോ? ദാറ്റ് മീൻസ് allows light that ലൈറ്റിനെ പാർഷ്യൽ ആയിട്ട് അതുവഴി കടത്തിവിടുന്ന സാധനത്തിനെ നമ്മൾ എന്തിനു പേരിട്ട് വിളിക്കുക? ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ്. നോക്കിയേ, ലൈറ്റിനെ പാർഷ്യൽ ആയിട്ട് അതുവഴി കടത്തിവിടുന്ന ആ ഒരു ലൈറ്റിനെ പാർഷ്യലി, വളരെ പാർഷ്യൽ ആയിട്ട് ലൈറ്റിനെ അതിൽ കൂടി കടത്തിവിടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒബ്ജക്റ്റുകളെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ് എന്ന പേരിട്ട് വിളിക്കും. നോക്കിയേ, ഇനി ആ ക്ലിയർ ഗ്ലാസും നമ്മുടെ മിൽക്കി ഗ്ലാസും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് നോക്കിയേ, ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ക്ലിയർ ഗ്ലാസ് ആണ്, നമ്മുടെ വീട്ടിലെ ക്ലിയർ ഗ്ലാസ് ആണ്. അപ്പുറത്തുള്ള ഒബ്ജക്ട്സിനെ അതുപോലെ നമുക്ക് കാണാനായിട്ട് പറ്റും ക്ലിയർ ഗ്ലാസ് വഴി നോക്കിക്കഴിഞ്ഞാൽ. ട്രാൻസ്ലൂസന്റ് ഗ്ലാസ് വഴി നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മിൽക്കി ഗ്ലാസ് അങ്ങനത്തെ ഗ്ലാസ് വഴി നോക്കിക്കഴിഞ്ഞാൽ പാർഷ്യലായിട്ട് പകുതിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ആ ഒബ്ജക്റ്റിനെ കാണാനായിട്ട് പറ്റൂ. ഇനി നമുക്ക് ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റിന്റെ ഒരു ഒബ്ജക്റ്റിന്റെ എക്സാമ്പിൾസിലേക്ക് ഒന്ന് പോയി നോക്കാം. എന്തൊക്കെയാണ് ട്രാൻസ്പെറന്റ് ഒബ്ജക്ട്സ് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ക്ലീൻ വാട്ടർ, നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടർ, അതെന്താണ്? ട്രാൻസ്പെറന്റ് ആണ്. പ്ലാസ്റ്റിക് ബോട്ടിൽ, ഇറ്റ് ഈസ് ഓൾസോ ട്രാൻസ്പെറന്റ്, അതും എന്താണ്? ട്രാൻസ്പെറന്റ് ആണ്. നമ്മുടെ ചുറ്റുമുള്ള എയർ നോക്കിയേ, എയറിന് ഒപ്പേക്ക് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എയർ എന്താ കാണാൻ പറ്റാത്ത, നല്ല മഞ്ഞുള്ള സമയത്ത് നമുക്ക് എന്താണ്? പാർഷ്യൽ ആയിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ. നല്ല മഞ്ഞുള്ള സമയത്ത് അപ്പുറത്തേക്കുന്ന ഒബ്ജക്റ്റിനെ നമുക്ക് പാർഷ്യൽ ആയിട്ടല്ലേ കാണാൻ പറ്റൂ. ദാറ്റ് ഈസ് ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുക. ഇനിയും എയറിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. എയറിനെ കാണാനായിട്ട് പറ്റുന്നത് കൊണ്ട് തന്നെ ദാറ്റ് എയർ ഈസ് എ ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ്. അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കാം. ഇനി ഒന്ന് നോക്കിയേ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ബട്ടർ പേപ്പർ, പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ്, ഇതൊക്കെ നിങ്ങൾ വെച്ചിട്ടൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ, നിങ്ങൾ ചോറ് കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ ഷീറ്റ് നിങ്ങൾ വെച്ചിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് ട്രാൻസ്ലൂസന്റ്. പാർഷ്യൽ ആയിട്ട് അതിനപ്പുറത്തുള്ള ഒബ്ജക്ട്സിനെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റൂ. പാർഷ്യൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ? അതിന്റെ അപ്പുറത്തുള്ള ഒബ്ജക്റ്റിനെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. ദാറ്റ് ടൈപ്പ് ഓഫ് vision is called, അല്ലെങ്കിൽ that type of objects is called translucent objects. 3 ടൈപ്പ് ഒബ്ജക്ട്സിനെ പറ്റിയാണ് സാർ പറഞ്ഞത് അല്ലേ? 3 ടൈപ്പ് ഒബ്ജക്ട്സിനെ പറ്റിയാണ് സാർ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു ആ 3 ടൈപ്പ് ഒബ്ജക്ട്സ്? നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. വാട്ട് ആർ ദ 3 ടൈപ്സ് ഓഫ് ഒബ്ജക്ട്സ്? ട്രാൻസ്പെറന്റ്, ഒപ്പേക്ക് ആൻഡ് ട്രാൻസ്ലൂസന്റ് ഒബ്ജക്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. എന്തൊക്കെയാണ്? വാട്ട് ഈസ് ട്രാൻസ്പെറന്റ് ഒബ്ജക്ട്? എന്താണ് ട്രാൻസ്പെറന്റ് ഒബ്ജക്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്താണ് ട്രാൻസ്പെറന്റ്? ഒബ്ജക്ട്സ് ദാറ്റ് allows light to pass through it.
അതിൽ കൂടി വെട്ടത്തെ അല്ലെങ്കിൽ പ്രകാശത്തെ കടത്തിവിടുന്നുണ്ട് എങ്കിൽ, ലൈറ്റിനെ ഒരു ഒബ്ജക്റ്റ് അതിൽ കൂടി കടത്തിവിടുന്നുണ്ട് എങ്കിൽ, എയർ ഫോർ എക്സാമ്പിൾ, എയർ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. എയർ എന്ത് ചെയ്യുന്നു? എല്ലാ ഒബ്ജക്ട്സിനെയും അതുവഴി കടത്തിവിടാൻ അനുവദിക്കുന്നു. ദാറ്റ് മീൻസ് ഇറ്റ്സ് ട്രാൻസ്പെറന്റ്. അതെന്താണ്? ട്രാൻസ്പെറന്റ് ആണ്, സുതാര്യമാണ്, ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ് ആണ്. മനസ്സിലായോ എന്താണ് ട്രാൻസ്പെറന്റ് ഉള്ളത്? ലൈറ്റിനെ അതിൽ കൂടി കടത്തിവിടാൻ അനുവദിക്കുന്നുണ്ട് എങ്കിൽ ദിസ് ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സ് ആർ കോൾഡ് ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഒപ്പേക്ക്. എന്താണ് ഒപ്പേക്ക് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. വാട്ട് ഈസ് ആൻ ഒപ്പേക്ക് ഒബ്ജക്റ്റ്? എന്താണ് ഒപ്പേക്ക് ഒബ്ജക്റ്റ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നോക്കിയേ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ വീട്ടിലെ വാളിന്റെ കേസ്. നിങ്ങളുടെ വീട്ടിലെ വാൾ ഭിത്തി ഒന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ അറിയാൻ പറ്റും, ഭിത്തിക്ക് അപ്പുറത്തുള്ളത് ഒന്നും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റത്തില്ല. ദാറ്റ് മീൻസ് ഒബ്ജക്റ്റ് ഡസ് നോട്ട് അലൗസ് ലൈറ്റ് ടു പാസ് ത്രൂ ഇറ്റ്. എന്ത് സമ്മതിക്കുന്നില്ല? ലൈറ്റിനെ അതുവഴി പാസ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. ലൈറ്റിനെ കടത്തിവിടാത്ത ഒബ്ജക്റ്റുകളെ നമ്മൾ ഒപ്പേക്ക് ഒബ്ജക്റ്റ് എന്ന പേരിട്ട് വിളിക്കും. വീട്ടിലെ തടി, വീട്ടിലെ വാള്, പിന്നെന്താ മെറ്റലിന്റെ ഷീറ്റ്, ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല? ലൈറ്റിനെ അതുവഴി പാസ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. ദാറ്റ് മീൻസ് ദേ ഓൾ ആർ ഒപ്പേക്ക്. എല്ലാരും എന്താണ്? ഒപ്പേക്ക് ആണ്. നീ നോക്കിക്കേ, വാട്ട് ഈസ് ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ്? എന്താണ് ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ് എന്നുള്ള കാര്യം പറഞ്ഞു തരാം. എന്താണ് ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? ദേ ആർ some objects through which we can see but not very clearly. അതായത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോ നിങ്ങൾ സാറിന്റെ അടുത്ത് പറഞ്ഞ പോലെ ഓഡിയോ ഈസ് നോട്ട് ക്ലിയർ. കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കേൾക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ അതെന്തല്ല? ക്ലിയർ അല്ല, അല്ലേ? The same thing is happening here. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാണാൻ പറ്റുന്നുണ്ട്. Yes, we can see that object, but it is not very clear. അത് ക്ലിയർ അല്ല. That type of object is called translucent object. ഇതിനെയാണ് നമ്മൾ എന്തിനു പേരിട്ട് വിളിക്കുക? ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ് എന്ന പേരിട്ട് വിളിക്കുക. മനസ്സിലായോ? എന്താണ് ട്രാൻസ്പെറന്റ്, എന്താണ് ഒപ്പേക്ക്, എന്താണ് ട്രാൻസ്ലൂസന്റ്? ട്രാൻസ്ലൂസന്റ് ഒബ്ജക്ട്സ് മൂന്നെണ്ണം കിട്ടിയോ? എന്താണ് മൂന്നെണ്ണം എന്നുള്ളത് കിട്ടിയോ? ട്രാൻസ്പെറന്റ്, ട്രാൻസ്ലൂസന്റ് ആൻഡ് ട്രാൻസ്പെറന്റ്. കിട്ടിയോ? മൂന്ന് ടൈപ്പ് ഒബ്ജക്ട്സ് കിട്ടിയോ? ഇതാണ് ആ 3 ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സ്. ഇനി ഒരിക്കലും മറന്നു പോകരുത്, ഒബ്ജക്ട്സ് ലൈറ്റിന്റെ ബേസിസിൽ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം എന്ന് ചോദിച്ചാൽ, ഒബ്ജക്ട്സ് ലൈറ്റിന്റെ ബേസിസിൽ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാന്ന് ചോദിച്ചാൽ എത്ര എണ്ണം ഉണ്ട്? ട്രാൻസ്പെറന്റ്. ഒന്ന് ഏതാ? ട്രാൻസ്പെറന്റ്. ട്രാൻസ്പെറന്റ് എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. ദാറ്റ് അലൗസ് ലൈറ്റ് ടു പാസ് ത്രൂ ഇറ്റ്. അതുവഴി ലൈറ്റിനെ പാസ് ചെയ്യാൻ അനുവദിക്കുന്നതിനെ ട്രാൻസ്പെറന്റ് എന്നും, ഇനിയും ലൈറ്റിനെ പാസ് ചെയ്യാൻ അനുവദിക്കുന്നില്ല എങ്കിൽ അതിനെ ഒപ്പേക്ക് എന്നും. ഇനി നോക്കിയേ, കുറച്ച് ക്ലിയർ ആയിട്ട് അതുവഴി ലൈറ്റിനെ പാസ് ചെയ്യാൻ അനുവദിക്കുന്നുണ്ട് എങ്കിൽ അതിനെ ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ് എന്ന പേരിട്ടും വിളിക്കാം. ട്രാൻസ്പെറന്റ്, ഒപ്പേക്ക് ആൻഡ് ട്രാൻസ്ലൂസന്റ് ഒബ്ജക്ട്സ്. ഇത്രയും കിട്ടിയോ? എന്താണെന്നുള്ളത് മനസ്സിലായോ? ഇത് മൂന്ന് എന്താണെന്നുള്ളത് മനസ്സിലായോ? വാട്ട് ഈസ് ട്രാൻസ്പെറന്റ്, വാട്ട് ഈസ് ഒപ്പേക്ക് ആൻഡ് വാട്ട് ഈസ് ട്രാൻസ്ലൂസന്റ്. ഇത് മൂന്നും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കൂടെ എപ്പോഴും നടക്കുന്ന വേറൊരാളെ പറ്റിയാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഇത്രേ പഠിക്കുന്നുള്ളൂ. നമ്മൾ ഇത്രയും 3 കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ പഠിച്ചത്. എന്താണ് ട്രാൻസ്പെറന്റ്, എന്താണ് ഒപ്പേക്ക്, എന്താണ് ട്രാൻസ്ലൂസന്റ്. അടുത്ത ക്ലാസ്സിൽ ഒരെണ്ണം കൂടെ പഠിച്ചു, എന്താണ് ലൂമിനസ് ഒബ്ജക്ട്സ്. വാട്ട് ഈസ് ലൂമിനസ് ഒബ്ജക്ട്? അതായത് സ്വന്തമായി പ്രകാശിക്കാൻ കഴിവുള്ള എല്ലാ സാധനത്തെയും നമ്മൾ എന്തൊരു പേരിട്ടാണ് വിളിക്കുന്നത്? ലൂമിനസ് ഒബ്ജക്ട് എന്ന പേരിട്ടാണ് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ സണ്ണ്, അതൊക്കെ എന്താണ്? ലൂമിനസ് ഒബ്ജക്റ്റ് ആണ്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. എന്താണ് നമ്മൾ എപ്പോഴും കൂടെ നടക്കുന്ന നമ്മുടെ ഒരു കൂട്ടുകാരൻ, നമ്മുടെ നിഴൽ. അയാൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, നമ്മുടെ നിഴൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, എന്താണ് ആ നിഴലിൽ സംഭവിക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കും. അതിനുശേഷം നമ്മൾ കണ്ണാടിയെ പറ്റി പഠിക്കും, നമ്മുടെ മിററിനെ പറ്റി പഠിക്കും. അങ്ങനെ നമ്മൾ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹോപ്പ് യു എൻജോയ്ഡ് ദ സെക്ഷൻ. എല്ലാവർക്കും ഈ സെക്ഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് പഠിച്ചത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വാട്ട് ഈസ് ലൈറ്റ്, വാട്ട് ഈസ് ട്രാൻസ്പെറന്റ് ഒബ്ജക്ട്, വാട്ട് ഈസ് ഒപ്പേക്ക് ഒബ്ജക്ട് ആൻഡ് വാട്ട് ഈസ് ട്രാൻസ്ലൂസന്റ് ഒബ്ജക്ട് ആൻഡ് വാട്ട് ഈസ് ലൂമിനസ് ഒബ്ജക്ട്. എന്താണ് ലൂമിനസ് ഒബ്ജക്ട്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. See you in the next class. Bye.